ഇന്നലെ ഇവിടെ ചിക്കൻ കറി വെച്ചു കേട്ടോ. ഞാനിപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഇത്രയും നേരം കുറേ ഓരോ ജോലി തിരക്കിലായിരുന്നു. ചിക്കൻ ഒന്ന് ചൂടാക്കണം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ചിക്കൻ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കി കഴിക്കാൻ പോകുന്ന ചിക്കൻ കറിയും ചിക്കൻ വറുത്തത് കാണിച്ചു തരാം. ഇതെന്താ ചിക്കൻ കറിയും ചിക്കൻ വറുത്തത്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് കഴിച്ചോ? നിങ്ങൾക്ക് എപ്പോഴേ കഴിച്ചിട്ടുണ്ടാവും. അവിടെ ചോറ് കഴിക്കാൻ സമയമായി. ഇവിടെയും ചോറ് കഴിക്കാൻ സമയമായി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. ഞാൻ മിക്കവാറും രാവിലെ ഇങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു പീസ് 2 ചപ്പാത്തി ഉള്ളു കേട്ടോ. ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അല്പം ചിക്കൻ കറിയിൽ നാക്കിൽ കടിവെച്ചാൽ ആരെങ്കിലുമായിട്ട് അടിവെക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ആരോട് അടിവെക്കാനാ ഒന്നും അറിയില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. നിങ്ങൾക്ക് എന്താ കഴിച്ചു പറ. എല്ലാവരും ഫുഡ് കഴിച്ചോ? ചോറ് കഴിച്ചോ? ചിക്കൻ കറി വെക്കുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതിയാലേ ഇന്നലെ രാത്രി ഇവിടുത്തെ 8-8:30 മണിയൊക്കെ ആയി. അപ്പോഴാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അന്നേരം അടുക്കളയിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വീഡിയോ എടുക്കാത്തത്. സൂപ്പർ ചിക്കൻ കറി. ഞാൻ വെച്ചോണ്ട് പറയുന്നല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി ചിക്കൻ കറി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. സൂപ്പർ ചിക്കൻ കറി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ അങ്ങനെ കഴിക്കാറില്ല ഒന്നും. അപ്പം ശരി എന്നാട്ടാ, കഴിക്കട്ടെ. ഈ ലൈവിൽ വരേണ്ടതാ. അപ്പം വേഗം കഴിച്ച് ഇനി കുറച്ച് പണികളുണ്ട്. അതും കൂടെയൊക്കെ തീർത്ത് വെച്ചാൽ സമാധാനമായിട്ട് ലൈവിലിരിക്കാം. ടാറ്റാ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.